ഹായ്, വെൽക്കം ടു സൊമാനി സെറാമിക്സ്. ഇന്ന് ഞങ്ങൾ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് സൊമാനി ബാത്ത് വെയറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്രാറ്റോസ് എന്ന് പറയുന്ന കൺസീൽഡ് ഫ്ലഷ് ടാങ്കിനെ പറ്റിയാണ്. ഈ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ നോർത്ത് കേരള സെയിൽസ് ടീമും അതുപോലെ തന്നെ നോർത്ത് കേരള സീനിയർ ടെക്നീഷ്യൻ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ക്രാറ്റോസ് എന്ന് പറഞ്ഞ ടാങ്കാണ്. നമുക്ക് പൊതുവെ ഓൾറെഡി മാർക്കറ്റിലുള്ള ടാങ്കേജ് കുറച്ചും കൂടെ പ്രത്യേകതകൾ, കുറച്ചും കൂടെ ഫീച്ചേഴ്സ് അലോഡായിട്ട് വരുന്ന ടാങ്കാണിത്. നമ്മൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാങ്ക് നമുക്ക് വരുന്നത് 8 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ HDP മെറ്റീരിയലാണ്. നല്ല ഡ്യൂറബിൾ മെറ്റീരിയലാണ് HDP വരുമ്പോൾ. അതേപോലെ തന്നെ നമ്മുടെ ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ മോഡലാണ്. ഇതിന് വേറെ കട്ടിങ് കാര്യങ്ങൾ ഉള്ള ടാങ്കല്ല, സിംഗിൾ മോൾഡ് ടാങ്കാണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഫ്രെയിം, ആ ഫ്രെയിം ടാങ്കാണിത്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം വരുന്നത് ഗാലനൈസ്ഡ് അലൂമിനിയാണ്. അതുപോലെ തന്നെ ഇത് റസ്റ്റ് ഫ്രീ ആണ് ഈ മെറ്റീരിയൽ. അതുപോലെ തന്നെ ഇത് സിംഗിൾ മോൾഡാണ്. ഇതിന് വേറെ കട്ടിങ്ങോ കാര്യങ്ങളോ ഇല്ല ഈ ഫ്രെയിമിന്. നമുക്ക് ഈ കട്ടിങ് ജോയിൻ്റ് ഉള്ള മെറ്റീരിയലേ അല്ല, നമുക്ക് ഒറ്റ പീസിൻ്റെ മുകളിൽ നമുക്ക് അടിച്ചു വരുന്ന ഫ്രെയിം ആണ് ഇത് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് വരുന്നത് ഗാൽവനൈറ്റഡ് പിന്നെ ബോൾട്ടാണ് ഇതിന് വരുന്നത്. ഇതാകുമ്പോൾ ബ്രേക്കേജ് ഇല്ലാത്ത ബോൾട്ടാണ്. അതുപോലെ തന്നെ റസ്റ്റ് ഫ്രീ ആയിരിക്കും നമുക്ക് വരുന്ന ബോൾട്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ പ്രസ് പാനൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്വയറിൽ റൗണ്ടിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫെദർ ടച്ച് ആണ്, ഇതിന് ഭയങ്കര സോഫ്റ്റ് ടച്ചാണ് നമുക്കിത് വരുന്നത്. അതുപോലെ തന്നെ ഒരു പ്രീമിയം ഫീലിംഗ് ആണ് നമുക്ക് ഈ പ്ലേറ്റ് കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഫിറ്റിങ്സുകളും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. നമുക്ക് ടാങ്ക് അടയ്ക്കാനുള്ളതും അതുപോലെ തന്നെ ഇതിന് വരുന്ന കപ്ലർ, ബെൻഡ് എല്ലാ സാധനങ്ങളും ടാങ്കിൻ്റെ കൂടെ അവൈലബിൾ ആണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. മീൻസ് ഞാൻ മറ്റുള്ള ബ്രാൻഡുകളിലൊക്കെ കണ്ടിരിക്കുന്നത് ഈ ഒരു ഫ്ലഷ് പൈപ്പ് താരതമ്യേന വലിപ്പം കുറഞ്ഞ, മീൻസ് ഡയമെൻഷൻ കുറഞ്ഞിട്ടാണ്. പക്ഷേ സൊമാനിയിൽ വരുന്ന സമയത്ത് ഈ ഒരു ഫ്ലഷ് പൈപ്പിന് ഡയമെൻഷൻ കൂടുതലാണ്. അതിൻ്റെ എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ഫീച്ചർ എനിക്കൊന്ന് പറഞ്ഞത്? ഡയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് വെള്ളത്തിന്റെ ഫ്ലോ കൂടാൻ വേണ്ടിയിട്ട്, ഈസി ടു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡയ വ്യത്യാസം, വാട്ടറിന്റെ ഫ്ലോ കൂടാൻ വേണ്ടി. പിന്നെ അതിന്റെ കൂടെ നമുക്ക് 1.5 പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പുറകിലേക്ക് തള്ളിപ്പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ക്ലാമ്പിന്റെ സപ്പോർട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിന്റെ ഇന്റേണൽ ഫിറ്റിംഗ്സ് ഒന്ന് കാണാൻ പറ്റുമോ? കാരണം അതിന്റെ വാറന്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമറോട് പറയണമെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എനിക്ക് പറഞ്ഞാൽ. ഇതിന്റെ വാറണ്ടി വരുന്നത് 2 ഇയർ ആണ്. ഇന്റർണൽ ഫിറ്റിംഗ്സ് വാറണ്ടി വരുന്നത് 2 ഇയർ വാറണ്ടിയിൽ. പിന്നെ സൂപ്പർ ഫ്ലോ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഞാൻ റിമൂവ് ചെയ്ത് കാണിക്കാം. ഇതിന് നമുക്കൊരു ഔട്ടർ പ്ലേറ്റ് ഉണ്ട്, ഒരു ബോക്സ് ആണ്. ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് സിമെൻറ്റ് കാര്യങ്ങളൊന്നും ഇൻറ്റേർണൽ ടാങ്കിലേക്ക് ഫില്ലാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവേർഡ് ആയിട്ടുള്ള ബോക്സ് ആണ്. ഈ ബോക്സ് നമുക്ക് മെഷർമെൻറ്റ് നോക്കിയിട്ട് തിക്നെസ്, ടൈൽസിൻ്റെ ഔട്ടർ സൈസ് നോക്കിയിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ചാനലായിട്ടുള്ള പാർട്ടീഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായത് ഈസി റിമൂവിങ് ആണ്. ഇതിൻ്റെ ഔട്ടർ പ്ലേറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങൾ ഇതിൽ കാണാം. സൊമാനിൻ്റെ ഒരു പഞ്ചിങ് ഇതിനകത്ത് ഉള്ളിലുണ്ട്. പിന്നെ നൈലോൺ ട്യൂബ് വരുന്ന ബ്രൈഡൽ ട്യൂബാണ്. ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാനും ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും പറ്റുന്നതാണ് ഫിറ്റിങ്സിന്. ഇതിൻ്റെ ഫ്ലോട്ട് അയക്കുന്ന ഇത് അവിടെ ഒരു ചെറിയൊരു ലിവർ ഉണ്ട്. ആ ലിവർ മുകളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ ഈസി ടു ഫ്ലോട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. സൂപ്പർ ഫ്ലോ ഫിറ്റിങ്സ് ആണ് വരുന്നത്. നമുക്ക് ഡസ്റ്റ് കുടുങ്ങുന്ന കേസുകളൊന്നും ഈ ഫ്ലോട്ടിനകത്ത് വരുന്നില്ല. വളരെ ഈസി ആയിട്ട് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഇറങ്ങി പോകുന്ന രീതിയിൽ, ലീക്ക് തീരെ വരാത്ത രീതിയിലുള്ള ഒരു ഫിറ്റിങ്സ് ആണ്. സൂപ്പർ ഫ്ലോ ഫിറ്റിങ്സിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലോട്ടാണ് വരുന്നത്. ഇതിൻ്റെ വാഷർ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഡയഫ്രം വാഷർ വരുന്ന പോലെ വലിയ രീതിയിലുള്ള വാഷറോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. സൂപ്പർ ഫ്ലോ സൈഫൺ തന്നെയാണ് വരുന്നത്. വളരെ ഈസി ക്ലീനിങ് ആയിട്ടുള്ള സൈഫണും വാഷറും വരുന്നത്. എന്നാൽ ദ്രവിച്ചു പോവുക, പിന്നെ ബൾജായി പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വാഷറിന് വരില്ല. പിന്നെ 4 ഇഞ്ച് ഇതിൻ്റെ ക്ലാമ്പ് നമുക്ക് അയച്ച് റിമൂവ് ചെയ്യാൻ പറ്റുകയും അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. ഇതിൻ്റെ സൈഡിലെ ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പിനനുസരിച്ച് നമുക്ക് സൈസ് താഴോട്ടോ മുകളിലോട്ടോ മാറ്റണമെങ്കിൽ മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഈസി
റാക്ക് ബോൾട്ട് നമുക്ക് 7 ഇഞ്ചിലും 9 ഇഞ്ചിലും സെറ്റ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ